നമസ്കാരം. NainaCreationsൽ ഇന്ന് കേര മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം കേര മീൻ വേവിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാളയും കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. മുഴുവനും ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടിയിട്ടാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു ടേസ്റ്റിനും പിന്നെ എരിവിനും വേണ്ടിയിട്ട്. എരിവിന് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നന്നായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ പിരിയൻ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മീനും ഉള്ളി മൂപ്പിച്ചതിന് ശേഷം അതിലിട്ട് ഇളക്കിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു പാത്രം വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതേപോലെ വലിച്ച് 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഉള്ളി നമ്മൾ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കണ ഡിഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളി ചെറിയതായി പൊടിയായിട്ട് അരിഞ്ഞ് എടുത്താൽ നല്ലതായിരിക്കും. ഉള്ളി അരച്ച് കഴിയുമ്പോൾ അതിന് വെള്ളം കിനിഞ്ഞ് വരും. അതില്ലാണ്ടിരിക്കും ഇങ്ങനെ ചെയ്താൽ. ഇനി പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതാ നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മീൻ വറുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള എണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ എണ്ണയിലേക്ക് ഈ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ NainaCreations ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ കൂട്ട് ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പകുതി വഴന്നിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിയണ വരെയാണ് ഇതിൻ്റെ പാകം. ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. മൂടി വെച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിനെ ഡ്രൈ ആക്കിയെടുക്കാം. ഡ്രൈ ആയി വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ എണ്ണ തെളിയണതാണ് ഇതിൻ്റെ പാകം. വീണ്ടും ഇത് കുറച്ച് സമയം കൂടി മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ചിട്ട് കുറച്ചായിട്ട് ഇളക്കി ഈ പാകം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ വേവിച്ച സമയത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയും കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല മൂത്ത മണം വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം മൂടി വയ്ക്കാം. എൻ്റെ ഒരു 3-4 വീഡിയോസിനൊക്കെ 1, 3, 5, 6, 18K ഒക്കെ വ്യൂസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 1000 പോലും ഇതുവരെ ആയിട്ടില്ല. മസാല കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ മീൻ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലൊരു ഡിഷാണ്. മുട്ട കൊത്തിപ്പൊരിച്ച പോലത്തെ ഒരു ഡിഷാണ് മീൻ കൊത്തിപ്പൊരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് തുറന്ന് നോക്കി
അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഈ സമയത്ത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ, ഉപ്പ് കുറവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിയും ഈ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഞെരടിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ച് മീതെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കൂടി കിട്ടിയാലോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.